ഇന്നത്തെ കുർബാനയുടെ നിയോഗങ്ങൾ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഗീവർഗീസ് യോഹന്നാൻ സെബാസ്റ്റ്യൻ കളപ്പുഴയ്ക്കൽ എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്കും വേണ്ടി റോസമ്മ സേവിയർ 5ാം ചരമദിനം നമ്മുടെ കൂട്ടായ്മയിലുള്ള ലൗലിയുടെ അമ്മ കഴിഞ്ഞ ബുധനാഴ്ച മരിച്ചു. റോസമ്മ സേവിയർ ശവസംസ്കാരം ഇന്നലെയായിരുന്നു. ലൗലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകമായിട്ട് ലൗലിയുടെ അമ്മയുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. അന്നമ്മ സേവ്യർ എന്നാണ് പേര്. ഫ്രാൻസിസ് കൈപ്രാപ്പടം, മേരി ചിറയിൽ, ഏലിയാന തോമസ് 1ാം ചരമവാർഷികം, KC മാത്യു 12ാം ചരമവാർഷികം, ഉലഹന്ന ജോസഫ് ബാന്തോട്ടത്തിൽ, മൈക്കിൾ മൂക്കനോനിയിൽ, ഷിജിമോൾ മൂക്കനോനിയിൽ. ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആഷർ ഡെയ്സൺ സ്റ്റീഫൻ, ഷേർലി താങ്ക്സ്ഗിവിംഗിനായിട്ട്. രോഗസൗഖ്യം കിട്ടിയ ജോജോ കാക്കരിയിൽ, സന്ധ്യ ജോബി, ഷിബു മേലോത്ത്, ലിറ്റി റോബിൻ്റെ ജോലിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ മനസ്സിലെ എല്ലാ നിയോഗങ്ങളെയും ഇന്നത്തെ അവതാരയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വന്നുപോയ കുറവുകളെ ഓർത്ത് മാത്രം അപേക്ഷിച്ച് ഏറ്റവും ഭക്തിയോടുകൂടി നമുക്ക് ബലിയിൽ പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാമത്തിൽ ഒരുമയോടി
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും പുകഴെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ നനവരതൻ. ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളുടെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാര്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലഭിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവൃത്തികൾ ആത്മാവ് മൂലം
ദൈവാത്മാവാൽ നയിക്കപ്പെട്ടവരെല്ലാം ദൈവപുത്രരാണ്. നിങ്ങൾ കൈകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവല്ല, മറിച്ച് ദത്തുപുത്രത്തിന്റെ ആത്മാവാണ്. അവരിലൂടെയാണ് നാം ആവാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവങ്ങളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിലും അവകാശങ്ങളുമാണ്, ദൈവത്തിന്റെ അവകാശങ്ങളും വിശുദ്ധായുടെ കൂട്ടവകാശങ്ങളും. നാം അവരോടൊപ്പം പീഡ സഹിക്കുന്നെങ്കിൽ അത് അവരോടൊപ്പം മഹത്വീകൃതരാകേണ്ടതിനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം അധ്യായം 13 1 മുതലുള്ള തിരുവചനങ്ങൾ. ഗലീലയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവരെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലയക്കാരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 15 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കടക്കുറ്റക്കാരായിരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ഫലം തരാത്ത അത്തിവൃക്ഷം. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരി തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കുവാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിനു നിലം പാഴാക്കണം. കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. ഞാൻ അതിന്റെ ചുവട് വിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിന് നമ്മൾ അത്തിവർഷത്തിന്റെ ഉപമയെ കുറിച്ചാണ് കേട്ടത്. ബൈബിളിലുടനീളം അത്തിവർഷത്തിന് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് മുതൽ ബൈബിളിലുടനീളം അത്തിവർഷത്തിന് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. അത്തിവൃക്ഷം സുസ്ഥിരതയുടെ ഒരു മരമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. സുസ്ഥിരത, ഫലപുഷ്ടി, വളർച്ച. അത്തിവൃക്ഷത്തെ ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപയോഗിക്കുന്നത് ഇസ്രായേലിനോടാണ്.
ഇസ്രായേലിന്റെ ഫലപുഷ്ടിയെക്കുറിച്ചും ഇസ്രായേൽ എങ്ങനെ ആയിരിക്കുന്നതിനെ കുറിച്ചും അത്തിവൃക്ഷത്തെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇന്നത്തെ ഉപമയിൽ ഈ അത്തിവൃക്ഷം നട്ടിരിക്കുന്നത് ഒരു മുന്തിരിത്തോട്ടത്തിൽ? ഈ മുന്തിരിത്തോട്ടത്തിൽ എന്തിനാ അത്തിവൃക്ഷത്തെ നടുന്നത്? നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ഈ മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷത്തെ നടുന്നത്? കാരണം അവർ പറയുന്നത്, ഈ മുന്തിരിയുടെ വിളവെടുപ്പ് വരുമ്പോഴത്തേക്കും ഈ കിളികളെല്ലാം വന്ന് ഈ മുന്തിരിയുടെ വിളവിനെ എടുത്തോണ്ട് പോകും. അത് കൂട്ടത്തോടെ വന്ന് എടുക്കും. അപ്പൊ അത് തടയുവാനായിട്ട് അത്തിവൃക്ഷം വെച്ച് പിടിപ്പിക്കുമ്പോൾ ഈ കുരുവികൾക്കൊക്കെ അത്തിവൃക്ഷത്തിന്റെ ഫലം ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ അതിൽ വന്ന് ചേക്കേറുകയും ആ ഫലം ഭക്ഷിക്കുകയും ചെയ്യും. അതുപോലെ മുന്തിരിയെ അവിടെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഈ അത്തിവൃക്ഷം ഓരോ ഈ പറയുന്ന മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ ആ തോട്ടക്കാരൻ ഒരു ഐഡിയ ഉണ്ട്. കാര്യം എന്ന് പറയുമ്പോൾ ഈ അത്തിവൃക്ഷത്തിൽ നിന്നും നമുക്ക് ഫലങ്ങൾ കിട്ടും. അതുകൂടാതെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഈ അത്തിവൃക്ഷത്തിന് കൂടുതൽ ഫലപുഷ്ടിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തില് ഇന്നത്തെ തോട്ടക്കാരൻ, ഇന്നത്തെ ആ ഉടമ വന്നിട്ട് നോക്കുകയാണ് അത്തിവൃക്ഷത്തിന് ഫലമുണ്ടോ എന്ന്. 3 വർഷമായിട്ട് കാത്തിരിക്കുകയാണ്, കിട്ടിയിട്ടില്ല. അപ്പോ അദ്ദേഹം തോട്ടക്കാരോട് പറയുന്നുണ്ട്, ഇതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാൻ, എന്തിനാ ഈ സ്ഥലം വെറുതെ പാഴാക്കുന്നതെന്ന്. അപ്പൊ തോട്ടക്കാരൻ പറഞ്ഞു, ഇല്ല പ്രഭോ, ഞാന് ഇതിന് ചുറ്റും കിളച്ച് വളമിട്ട് നനച്ച് 1 വർഷം കൂടെ കാത്തിരിക്കാം. അടുത്ത വർഷം ഇത് ഫലം നൽകുന്നില്ലെങ്കിൽ ഇതിനെ വെട്ടിക്കളയാമെന്ന്. 1 വർഷം കൂടെ കാത്തിരിക്കാന്നാ പറയുന്നത്. തമ്പുരാന് ഈ നോമ്പുകാലത്ത് നമ്മളോട് പറയുന്നത്, നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരാണോ എന്ന് നമ്മളോട് ആദ്യം ചോദിക്കുകയാണ്. ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഈ 1 വർഷം നമുക്ക് തന്നിട്ടുണ്ട്, ഈ നോമ്പുകാലം നമുക്ക് തന്നിട്ടുണ്ട്, ചുറ്റും കിളച്ച് വളമിട്ട് ഒരുക്കി ഫലം പുറപ്പെടുവിക്കാനായിട്ട്. അതിനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ലോകത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഫലം പുറപ്പെടുവിക്കുക, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട്. എങ്ങനെയാണ് ചുറ്റും കിളച്ച് വളമിടുന്നത്? അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് വചനം, ജീവന്റെ സ്രോതസ്സാണ് വചനം. ആ വചനമാകുന്ന ആ ഒരു ജീവന്റെ സ്രോതസ്സിനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫലമുള്ളവരായിത്തീരും. രണ്ടാമതായിട്ട് നമ്മൾ കൂദാശകളിലൂടെയാണ്, കുമ്പസാരം എന്ന കൂദാശകളിലൂടെ നമ്മളിത് വേണ്ടാത്ത വിത്തുകളെയൊക്കെ എടുത്തു മാറ്റി, കളകളെ എടുത്തു മാറ്റിയിട്ട് കൂടുതൽ ഫലപുഷ്ടിയാക്കാനുള്ളതാണ്. മൂന്നാമതായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ നമ്മളെ തന്നെ, നമ്മളാകുന്ന മരത്തെ, നമ്മളാകുന്ന അത്തിമരത്തെ ഫലപുഷ്ടിയാക്കേണ്ടതാണ്. നമ്മളിലെ പല കാര്യങ്ങളും നമ്മൾ പിടിതെറിയേണ്ടതുണ്ട്. ചിലർക്കത് മദ്യപാനമാകാം, ചിലർക്കത് പുകവലിയാകാം, ചിലർക്കത് മീഡിയ അഡിക്ഷനാകാം. നമ്മൾ പല ത്യാഗങ്ങളും ഈ ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്, പല ഭക്ഷണങ്ങളും ത്യജിക്കുന്നുണ്ട്. ആ കൂടെ തന്നെ പല കാര്യങ്ങളും വേറെയും ത്യജിക്കാറുണ്ട്. നമ്മൾക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ത്യജിക്കാം. നമുക്ക് മറ്റുള്ളവരെ പറ്റി ചീത്തയായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ത്യജിക്കാം. അങ്ങനെ ഒത്തിരിയേറെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിന്ന് പറിച്ചു കളയുമ്പോൾ നമ്മുടെ ജീവിതം ഫലഭൂഷ്ടമാകും, നമ്മൾ ഒത്തിരിയേറെ ഫലം പുറപ്പെടുവിക്കുന്നവരാകും. റോമാക്കാരുടെ ലേഖനത്തില് ഇന്ന് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങൾ ആത്മാവിന്റെ പുത്രന്മാരെ പോലെയും പുത്രിമാരെ പോലെയും പ്രവർത്തിക്കുമെന്ന്. ആത്മാവിന്റെ ഫലം നിറഞ്ഞു. എന്താണ് ഈ ആത്മാവിന്റെ ഫലങ്ങൾ? വളരെ കൃത്യമായിട്ട് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് ഈ ആത്മാവിന്റെ ഫലങ്ങൾ? 7 ദാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ജ്ഞാനം, ബുദ്ധി, വിവേകം, ധൈര്യം, അറിവ്, ദൈവഭക്തി, ദൈവഭയം. ഇവയാണ് ആത്മാവിന്റെ 7 ദാനങ്ങൾ. 12 ഫലങ്ങളാണ് ആത്മാവിന്റെ ഉള്ളത്. ഉപവി, ആനന്ദം, സമാധാനം, ക്ഷമാശീലം, ദയ, നന്മ, സ്ഥിരത, ശാന്തത, വിശ്വാസം, അടക്കം, ഇന്ദ്രിയ നിഗ്രഹം, ബ്രഹ്മചര്യം. ഈ 12 ഗണങ്ങളാണ് ആത്മാവിന്റെ ഫലങ്ങൾ. ഇവയാണ് നമ്മൾ പുറപ്പെടുവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്ന്. നമ്മൾ വചനത്താൽ നിറഞ്ഞ് ഔദാശിക ജീവിതത്തിൽ നിറഞ്ഞ് വളരുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവ വളരും. ഞങ്ങളുടെ ഡോൺ ബോസ്കോ വിശുദ്ധൻ, ഞങ്ങളുടെ സഭയുടെ സ്ഥാപകന്, ഈ യുവജനങ്ങൾക്കായിട്ട് എപ്പോഴും ഈ മാസ ധ്യാനം നടത്തുമ്പോഴൊക്കെ
പ്രത്യേകമായിട്ട് നമ്മിൽ നിന്ന് മരിക്കുന്ന ആദ്യത്തെ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയും. ഇപ്പോൾ ഞങ്ങളുടെ സെമിനറിയിൽ ഞങ്ങളുടെ എല്ലാ മാസവും ഈ മാസധ്യാനമുണ്ട്. അത് തീരുമ്പോൾ പറയും അവസാനത്തെ പ്രാർത്ഥന എങ്ങനെയാണ്? നമ്മിൽ നിന്ന് the one who is going to die the first among us, നമ്മളിൽ നിന്ന് ആദ്യമായിട്ട് മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് നമുക്കൊരു സ്വർഗ്ഗസ്ഥനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ മറിയും ഒരു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കണം. അത് പറയുമ്പോഴത്തേക്കും ചന്ദ്രൊരു ഇടിപ്പ ആരാ അറിയത്തില്ലല്ലോ, കയ്യിൽ നോക്കും വയസ്സായവരുണ്ട്, നമ്മളെ ആയിരിക്കും ആദ്യം വിളിക്കാൻ പോലെ. അപ്പോൾ നമുക്ക് തമ്പുരാൻ പറഞ്ഞു ഈ ഒരു ചാൻസ് കൂടെ നമുക്ക് ചെറിയ തണുപ്പുകൾ തമ്പുരാൻ പ്രത്യേകമായിട്ട് ഈ അവസാന ചാൻസിന് ഏറ്റവും പേഴ്സണലായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് കർത്താവിലേക്ക് തിരിയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലം അതിനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ഭക്തിയോടുകൂടി യേശുവിലേക്ക് ആഴത്തിൽ അടുക്കുവാനായിട്ട്, വചനത്തിലേക്ക് ദാഹത്തോടെ അടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഇരിക്കുന്നവരാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സ്വാഗതത്തോടും ദാവത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളെ കരുണയാകണമേ എന്ന് യാചിക്കാം. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, ലോകപാപങ്ങളുടെ പരിഹാരമായ നിന്റെ സകല ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി എത്തിക്കുന്ന നിന്റെ സമയക്കാരുടെ പുറപ്പെടാശിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് നിന്റെ വലിയ ജീവിതം തുടരാൻ നിങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തി ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിലെയും നാഥായ ദൈവം. ഭക്തിയോടും സത്യയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മറിയത്തിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം അമ്മയും ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും അവരുടെ സാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുതി
അനുഗ്രഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ ഇത് ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ പ്രാർത്ഥനയ്ക്ക് സ്മരണ ശുശ്രൂഷിക്കുന്നവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ സ്ത്രീകുമാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും ഈ വലിയ സഹായം രക്ഷിക്കുകയും സ്വർഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാതിരേക്കാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട്. സഹോദരരെ, സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടെ ദൈവത്തെ അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ പ്രദാസം ചെയ്യപ്പെടുന്ന പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നൽകുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സമൃദ്ധിയിലേക്ക് ഉയർത്തി നിശബ്ദരായ കാര്യത്തോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സർവ്വത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും
മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാവ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിൽ അവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപ്പെട്ട ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുന്നവരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്തതും അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പകരമാക്കുവാൻ നീ ഞങ്ങൾ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സംതരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടകൾ ശ്രമിച്ചു വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധി പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പ്രകാശത്തിലാക്കി. ഞങ്ങളുടെ ദരിദ്രമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ ഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ തിരുപതാധ്യക്ഷനായ മാർ പ്രഭാതിസ്ഥാനം പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതന്മാർ, പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മക്കളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി നീ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും
ഞങ്ങൾക്ക് വേണ്ടി കൃപാലം സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ഞങ്ങളുടെ വിഷയത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരുടെ വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അപന്തനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായ അടയാളത്താലും മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സകല സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുവിട്ട ഉയർത്തലുടെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാം ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ ഭംഗിയും സ്നേഹവുമായ രക്ഷാപതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയതോന്നണമേ. അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ. ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിൽ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകമൂലമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തോടെ അപരാധത്തിൽ പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലം ചെയ്യുന്ന ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. വിശുദ്ധ സ്വീകരിക്കുകയും
സർവോന്നത ദൈവമായ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളെ ആചാരങ്ങളെ പ്രവർത്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്ന മകനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങ് വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ സർവേശ്വരാനവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാനുഭവിക്കുന്നവന്റെ സൈന്യങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കുർബാന വിശുദ്ധ ജലത്തിലുള്ളതാണ്. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഉപവസിക്കുന്ന സഹോദരനെ വരുവിൻ. തന്നെ ഭക്ഷിക്കുന്നവരെ വിശദീകരിക്കുന്ന പരിശുദ്ധനെ സ്വീകരിക്കുവിൻ. വിശുദ്ധായുടെ ശരീരവും രക്തവും നൽകുന്നത് വിശപ്പും ദാഹവും സഹിക്കുന്നവരെ ജീവിക്കുന്ന രഹസ്യത്തെ അനുഭവിച്ചറിയുവിൻ.
നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, തിരുവചനത്താൽ വിശദീകരിക്കപ്പെട്ട് ഈ രഹസ്യങ്ങൾ നമുക്ക് പ്രാപിക്കുവാനും പാപവും കരുതുവാൻ ഞങ്ങളെ പഠിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കട്ടളകൾ വിശ്വസ്തയോടും ആലോചിച്ച് രക്ഷാനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികൾ എത്തിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സകലത്തിലായ നയിക്കും. പാപികളെ വിളിക്കുന്നവനും വാദത്തുന്നവനുമായ വിശുദ്ധായി നിന്റെ ശരീരങ്ങൾ സ്വീകരിക്കുവാൻ അനന്തമായ കൃപയാൽ നീ ഞങ്ങളെ അർഹരാക്കി. നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിച്ച് നീതിമാന്മാരോടുകൂടി സ്വർഗീയ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കുവാൻ വന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ നാം സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. വചനത്തിന്റെ പാതയിൽ ചരിക്കുവാൻ നമുക്ക് ആവശ്യമായ പ്രകാശം അവർ നൽകട്ടെ. തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് വിശുദ്ധീകൃതരായ നമ്മെ ദൈവരാജ്യത്തിലേക്ക് നിത്യവിരുന്നിൽ അവിടുന്ന് പങ്കുകാരാക്കട്ടെ. നമ്മുടെയും ലോകം മുഴുവന്റെയും തിരുസഭയുടെയും അവരുടെ സന്താനങ്ങളുടെയും മേൽ കർത്താവ് തന്റെ കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങൾ എല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളും സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വസ്തി. വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്തു. ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവനെയും മരണത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പ്രകൃതിക്കും മഹിമയുടെ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിലനിർത്തണമേ. നല്ലവരൊത്തു വലംഭാവേ ആകാശവും ഈ ഭൂഗലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണികവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ജീവൻ നൽകി മഹോന്നതമാ പ്രകൃതിനാട്ടിൽ ചേർക്കണം. ഞങ്ങളുടെ ജീവന് കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ
നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കൈക്കൊള്ളണമേ ഹൃദയം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, ദിവ്യപുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനത്തിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായ കബറിൽ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരുടെ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാകുന്ന സുഖരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരരെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിന്റെ കൃപയും അനുഗ്രഹവും കരുതലും വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാതാവിന്നും കൂടെ
ഭാഗ്യം